എൻ്റെ രണ്ടാമത്തെ കസിൻ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡേറ്റ് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. രാവിലെ തന്നെ ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ട് ഇവിടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെള്ളം സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. കല്യാണ പെണ്ണ് നെക്സ്റ്റ് സെക്കൻഡ് കല്യാണ പെണ്ണ്. കുറച്ച് കഴിഞ്ഞ ശേഷം ക്ഷണിച്ചിട്ടുള്ള റിലേറ്റീവ്സൊക്കെ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സദ്യക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു, ഈ ജന്മസാഗരം അണയാതെ നോക്കി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ബന്ധുക്കളും അച്ഛനും അമ്മയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം, നിൻ കൊഞ്ചലായിരം കൊതിയോടെ ചേർത്തിടാം. പുണ്യമേ നീയെന്നും ഉള്ളിലെ ചിറകിലേറിവാ. ഈ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം. ഗൈസ്, ഇതാണ് ഗൈസ് കല്യാണ ചെക്കൻ ഇന്ദ്രജിത്ത് SR. വന്നവർക്ക് എല്ലാവർക്കും വെള്ളമെല്ലാം കൊടുത്തതിന് ശേഷം ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് മുമ്പ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിനുള്ള തീയതി കൊണ്ടുവരുന്ന ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ചെക്കൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും തീയതി കൈമാറുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ്. നിഴലായി കണിമലരിതളായി ഒഴുകും തിരയായി അലതൻ നിറമായി ഞാൻ പാടും പാട്ടുകളുടെ ഇടത്ത് കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്ത്. പതിവായി ഞാൻ പാടും പാട്ടുകളുടെ ഇടത്ത് കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്ത്. ഒരു നേരമെങ്കിലും കൊതിയോടെ കണ്ടിടാൻ കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു, ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം. നീ എൻ്റെ തണലായി എന്നിലെ നിഴലായി, ഈ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു, ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം. നീ എൻ്റെ തണലായി എന്നിലെ നിഴലായി, ഈ സ്നേഹനൊമ്പരം അത് തന്നെ
ദിവസം കൈ പറഞ്ഞാൽ മകൻ്റെ കൈമാറുകയാണ്. ഇരുപത്തിയൊന്നാം ആണ്ട് തുലാമാസം 23-ാം തീയതി തുല്യമായ ക്രിസ്തുവർഷം 2025 നവംബർ മാസം 9-ാം തീയതി രാവിലെ രവിവാരം പഞ്ചമി തിഥിയോടുകൂടിയ ശുദ്ധ പഞ്ചാംഗ ദിനത്തിൽ 11-നും 11:30-നും ശ്രീ ആര്യമോഹൻ ശ്രീ ഇന്ദ്രജിത്തിൻ്റെയും വിവാഹത്തിനുള്ള ഉത്തമ മുഹൂർത്തം. കാത്തിടാം നിൻ കൊഞ്ചലായിരം കൊതിയോടെ ചേർത്തിടാം പുണ്യമേ നീയെന്നും ഉള്ളിലെ ചിറകിലേറിവാ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം. ചടങ്ങെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിക്ക് ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഈ ഒരു ധാവണി സെറ്റ്. അതിനുശേഷം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ഇറങ്ങുവാണ് പോവാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.